ഹായ് നമസ്കാരം. സമ്മർ ഇൻ ബദ്ലഹേം 1998 സെപ്റ്റംബറിൽ റിലീസ് ചെയ്ത അതിമനോഹരമായൊരു ചിത്രം. സിബി മലയിലിൻ്റെ സംവിധാനം, രഞ്ജിത്തിൻ്റെ തിരക്കഥ. കാരണം സിബി മലയിലിൻ്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പടം എന്ന് പറയാം. കാരണം ഈ ജനറലുള്ള, അതായത് റൊമാൻറ്റിക് കോമഡി എന്ന ഗണത്തിൽപ്പെടാവുന്ന ഒരു ബെസ്റ്റ് പടമാണ് നമ്മുടെ സിബി മലയിലിൻ്റെ. അതുപോലെ രഞ്ജിത്തിൻ്റെ തിരക്കഥയും വിദ്യാസാഗറിൻ്റെ അതിമനോഹരമായ കുറേ ഗാനങ്ങൾ, ഇപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ആൾക്കാർ കേൾക്കുന്ന പാട്ടുകൾ, ഇപ്പോഴത്തെ ജനറേഷനും ഇഷ്ടപ്പെടുന്ന കുറേ പാട്ടുകൾ. അതുപോലെ സിനിമയായാലും കുറേ ആൾക്കാർ ഇപ്പോഴും ആ ഫാൻസ് ഉണ്ട് സിനിമയ്ക്ക് വേണ്ടി. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. റിപ്പീറ്റഡ് വാല്യൂ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് സിനിമ. മോഹൻലാലിൻ്റെ തന്നെ കരിയറിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാമിയോ റോളാണ് ഈ ചിത്രത്തിലെ നിരഞ്ജൻ. സൂപ്പറായിട്ടാണ് അങ്ങേരത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സുരേഷ് ഗോപി, പുള്ളി ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ശൈലിയിൽ നിന്നൊക്കെ മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കോമഡിയും കുറച്ച് സീരിയസും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു കിടുക്കനൊരു ക്യാരക്ടറായിരുന്നു നമ്മുടെ സുരേഷ് ഗോപിക്ക് ഈ ചിത്രത്തിൽ കിട്ടിയിരിക്കുന്നത്. ബത്ലേഹമിലെ ഡെന്നീസ് നല്ലൊരു ക്യാരക്ടറായിരുന്നു സുരേഷ് ഗോപിയുടെ. അതുപോലെ മഞ്ജു വാര്യരുടെ കണ്ണെഴുതി പൊട്ടും തൊട്ട് പത്രം, അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിലെ അഭിരാമി. അതുപോലെ ജയറാമേട്ടൻ്റെ പുള്ളി സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക റോള് തന്നെ. അദ്ദേഹത്തിന് കോമഡി, പ്രണയം ഒക്കെ നേരത്തെ ചെയ്ത പോലെ ആ സെയിം പാറ്റേണിൽ തന്നെയുള്ള രീതി തന്നെയായിരുന്നു ജയറാമേട്ടൻ്റെ. അതുപോലെ കലാഭവൻ മണിയുടെയും നല്ലൊരു റോളായിരുന്നു. അപ്പം ഈ സിനിമ എല്ലാവരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ മെയിൻ കാരണം ആ സിനിമയിലെ ഒരു സസ്പെൻസാണ്. ഇപ്പോഴും ആരാണ് ആ പൂച്ചയെ കൊടുത്തത് എന്നറിയാൻ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ ജയറാമേട്ടനോട് ചോദിച്ചിട്ടുണ്ട്, സുരേഷ് ഗോപിയോട് ചോദിച്ചിട്ടുണ്ട്, സിബി മലയനോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ആരാണ്, എൻ്റെ തിരക്കഥയായ രഞ്ജിത്തിനോട് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല ആരാണ് കൊടുത്തതിന് തന്നെ. എന്തായാലും ഗംഭീരമായൊരു പടമായിരുന്നു. ഈ ചിത്രത്തിലെല്ലാവരും അതിമനോഹരമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മനോഹരമായിട്ടാണ് ആ ചിത്രം എടുത്തു വെച്ചിരിക്കുന്നത്. സിറ്റുവേഷൻസ് ആയാലും പാട്ടിൻ്റെ ചിത്രീകരണം പോലും ഗംഭീരമായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ചിത്രത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ മെയിൻ കാരണം 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ പരക്കെ പറഞ്ഞൊരു ന്യൂസാണ്, സമ്മർ ഇൻ ബദ്ലഹേം 2 വരുന്നു. അപ്പം ഞാൻ ആലോചിച്ചത് എന്താണ് ഈ സംഭവം. പ്രത്യേകിച്ചൊന്നും അറിഞ്ഞൊന്നുമില്ല. ഞാനൊന്ന് തപ്പി നോക്കിയപ്പോൾ ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവായ സിയാദ് കോക്കറിൻ്റെ ഒരു പഴയ ഒരു ഇൻ്റർവ്യൂ, म्हणजे വലിയ പഴയല്ല, കുറച്ചിരി പഴയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് ഈ സെക്കൻഡ് പാർട്ടിലോട്ട് പോകുന്നുവെന്ന് ആൾക്കാർ പറയുന്നത്. അത് പറഞ്ഞതിൽ കാര്യം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. നമുക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കേട്ട് നോക്കാം. ഞാൻ സമ്മർ ഇൻ ബത്ലഹേമിന്റെ തീർച്ചയായിട്ടും ഞാൻ നെക്സ്റ്റ് ഇയർ പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ ഒന്നായിരിക്കും. ഞാൻ ഇപ്പോഴും അതിൻ്റെ സെർച്ചിങ്ങിലാണ്. അത് ചിലപ്പോൾ അത് സീക്വൽ അല്ല, ഒരിക്കലും അതിൻ്റെ സീക്വൽ അല്ല വരാൻ പോകുന്നത്. പക്ഷെ അതേ പാറ്റേണിലുള്ള യങ്സ്റ്റേഴ്സിനെ വെച്ചുള്ള ഒരു കഥയായിരിക്കും. അതിനൊരു രൂപം നമ്മുടെ മനസ്സിലുണ്ട്. ഞാനത് സിബി ആയിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിബി ആയിരിക്കാം ഡയറക്ടർ, അല്ലെങ്കിൽ ബിക്കോസ് സബ്ജക്ട് ബിലോങ്സ് ടു മീ. അത് കാരണം സോങ്സിന് ഇമ്പോർട്ടൻസും കൊടുത്തോണ്ടും ഈ പറഞ്ഞ മാതിരി പ്രേമം എന്ന് പറയുന്ന ഇതിന് ശക്തി കൊടുത്തുകൊണ്ടും ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും അത്. ഡെഫിനറ്റായിട്ടും അതുകൊണ്ട് സംഭവിക്കും. 2023-ലോ 2024 ആദ്യത്തിലോ സംഭവിക്കും. അതിൻ്റെ ഒരു പാറ്റേൺ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ് മനസ്സിൽ. ഇതിൻ്റെ നിർമ്മാതാവായ സിയാദ് കുക്കറാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. ഈ ചിത്രം കാണുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പഴയ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ 2023-ലോ അല്ലെങ്കിൽ 2024 തുടക്കത്തിലോ ചിത്രം സംഭവിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതുമായിട്ട് 2023 അവസാനിച്ചിരിക്കുകയാണ്, 2024 തുടക്കമായിട്ട് വരുവാണ്. തുടക്കമായി. അപ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും അറിവുകളൊന്നും വന്നിട്ടൊന്നുമില്ല. എൻ്റെ സെക്കൻഡ് പാർട്ട് കാണുമോ? സെക്കൻഡ് പാർട്ടല്ല സത്യത്തിൽ. ഇത് പറഞ്ഞതുപോലെ, അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു സീക്വലും അല്ല പ്രീക്വലും അല്ല, അതേ പാറ്റേണിലുള്ള ഒരു പടം, യുവതാരങ്ങളെയൊക്കെ വെച്ച് പാട്ടിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് എടുക്കുന്ന ഒരു പടം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ആ ചിത്രത്തിൻ്റെ ഒരു പാറ്റേണൊക്കെ സിബി മലയോട് സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ സിബി മലയിലായിരിക്കാം ചിത്രം സംവിധാനം ചെയ്യുന്നതൊക്കെയാണ്. പക്ഷേ ഈ ഇടയ്ക്ക് നേരത്തേക്ക് നടന്ന സിബി മലയുടെ ഇൻ്റർവ്യൂവിൽ അങ്ങനൊരു സമ്മർ ഇൻ ബദ്ലഹേം 2 കാണത്തില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇത് ചിലപ്പം സിബി മലയിൽ സംവിധാനം ചെയ്തില്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് പുള്ളി സംവിധാനം ചെയ്യും. സമ്മർ ഇൻ ബദ്ലഹേം 2 അല്ല, അതേ പാറ്റേണിലുള്ള, എനിക്ക് തോന്നുന്നു അതേ പാറ്റേണിലുള്ള പടമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇനി എങ്ങനെ അംഗീകരിക്കുന്നത്? സമ്മർ ഇൻ ബദ്ലഹേം ഉണ്ടല്ലോ, അതേ പാറ്റേണിലും അതേ രീതിയിൽ ഒരു പടം എടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഈ സെയിം ഇത് തന്നെ യുവതാരങ്ങളെ വെച്ച് ഒന്ന് പരീക്ഷിച്ചാൽ കൊള്ളായിരുന്നു. അല്ലാതെ ഒരു സെയിം പാറ്റേണിലുള്ള ഒരു പടം ആൾക്കാർ അംഗീകരിക്കുന്നു തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ കാലത്ത് അംഗീകരിക്കാൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് തന്നെ, ആരാണ് ആ പൂജയെ കൊടുത്തത്, അവരുടെ ഒരു, ഇപ്പം ഡെന്നീസിൻ്റെ ആയാലും നമ്മുടെ ജയശങ്കർ, അങ്ങനല്ലയോ ജയറാമിൻ്റെ പേര്, പുള്ളിയുടെയൊക്കെ ജീവിതവും അഭിരാമിയുടെ ജീവിതവും ഒക്കെ വെച്ചൊരു, പക്ഷേ ഇമോഷണലൊക്കെ ആയിപ്പോൾ. ഇത്രയും കോമഡി മണിയൊന്നും ഇല്ലല്ലോ. ഇത്രയും കോമഡി ആ രീതിയിൽ ആ സിനിമ എടുത്തിട്ടില്ല. ഇതിലും നല്ലത് സെക്കൻഡ് പാർട്ട് വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ സിനിമ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ആ സസ്പെൻസോടുകൂടി ആ സിനിമ അങ്ങനെ ഇരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
വീണ്ടും ഒരു അതേ പാറ്റേണിലുള്ള ഒരു പടം എടുക്കാതെ ഇത് യുവതാരങ്ങളെ വെച്ച് ഇപ്പോൾ ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോരോ റോള് ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ സമ്മറിൻ ബദ്രഹത്തിന് ഡെന്നീസിൻ്റെ റോളായാലും അല്ലെങ്കിൽ ജയറാമിൻ്റെ റോളായാലും മഞ്ജുവയുടെ റോളായാലും ഓരോ യുവതാരങ്ങൾക്ക് കൊടുത്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ചിലപ്പം ഹിറ്റാവും. അതായത് ഇതേ പാറ്റുള്ള ഒരു പടം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ഗംഭീരമായ ഒരു പടത്തെ വീണ്ടും, കാരണം എല്ലാവരും കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് ഈ സിനിമ കണ്ടിട്ടുണ്ട്, കാണാത്തവരായിട്ട് ആരുമില്ല. അതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു വാല്യുള്ള സിനിമയാണ്. അപ്പം അതിന് ഒരേ പാറ്റേൺ ഇതിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം ആൾക്കാരുടെ മനസ്സിൽ. ആ പാറ്റേണിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത് സംവിധായകൻ്റെ അല്ലെങ്കിൽ തിരക്കഥയൊക്കെ പോലെ ഇരിക്കും. അല്ലാതെ ഈ ചിത്രത്തിന് ഒരു സെക്കൻഡ് പാർട്ട് വരുന്നില്ല. അതായത് സമ്മറിൻ ബദ്ലേഹത്തിൻ്റെ തുടർച്ച കാണത്തില്ല. ഇതുപോലെ ഒരു പാറ്റേണിലുള്ളൊരു സിനിമയായിരിക്കും. അത് എങ്ങനെ തീരുമെന്ന് തമ്പുരാൻ അറിയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെക്കൻഡ് പാർട്ടും വേണ്ട, അല്ലെങ്കിൽ സീക്വലും വേണ്ട. പ്രീക്വൽ എന്തെങ്കിലും കോമഡിയൊക്കെ വരുമെങ്കിൽ ഓക്കെ. എൻ്റെ സീക്വൽ വേണ്ട. അതുപോലെ തന്നെ ഇതിൻ്റെ പാറ്റേണിലുള്ള സമ്മറിൻ ബദ്ലേഹത്തിൻ്റെ സെയിം പാറ്റേണിലുള്ള ഒരു പടം വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.